ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ചെന്താമരയാണ്. ചെന്താമരയുടെ കാര്യത്തിൽ തീരുമാനമായി, അയാൾ റിമാൻഡ് ചെയ്തു. ചെന്താമര ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഇനി പാലക്കാട് നല്ല ഒരു സ്ഥലത്തും ആവർത്തിക്കരുതേ എന്ന ഒരു പ്രതീക്ഷയോടെ അതിനുള്ള ശ്രമങ്ങൾ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മൾ ആരംഭിക്കുന്നു പ്രൈം ടൈം വിത്ത് എസ്.കെ. പ്രൈം ടൈം തുടരുകയാണ്. 3 പേരുടെ ജീവനെടുത്ത ഒരു പ്രതിയുടെ ഭാവവ്യത്യാസമില്ലാത്ത ഈ മുഖം നിങ്ങൾ കണ്ടില്ലേ? അതാണ് നമുക്ക് ശരിക്കും ഭീതി ഉണ്ടാക്കുന്നത്. കുറുവടിയുമായി നാട്ടുകാരും ആയുധങ്ങളുമായി പോലീസും മറ്റു സേനാവിഭാഗങ്ങളും അരിച്ചു പെറുക്കുമ്പോഴും എല്ലാവരെയും സമർത്ഥമായി കബളിപ്പിച്ച ഒരു കൊടും കുറ്റവാളിയുടെ നിർവികാരമായ മുഖമാണ് നിങ്ങൾ കണ്ടത്. ആൾക്കൂട്ടം ആക്രോശിക്കുമ്പോഴും ഒരു കൂസലുമില്ലാതെ ഒന്ന് മുഖം കുനിക്കുക പോലും ചെയ്യാതെ ഒരൊറ്റ നിൽപ്പായിരുന്നു അയാൾ. 5 കൊല്ലത്തോളം ജയിലിൽ കിടന്നിട്ടും ആദ്യ കൊലപാതകത്തിൻ്റെ ശിക്ഷ കാത്തിരിക്കുമ്പോഴും വീണ്ടും 2 ജീവനുകൾ എടുക്കാൻ അയാൾ ഉരുമ്പിട്ടിറങ്ങി ധൈര്യം കാണിച്ചു. ജയിൽ ഉൾപ്പെടെ നമ്മുടെ കറക്ഷണൽ സംവിധാനങ്ങളുടെ ദൗർബല്യമാണോ ഈ സംഭവം നമ്മോട് വിളിച്ചു പറയുന്നത്? ആലോചിക്കണം. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട സമയമായി. പൊതുജനത്തിൻ്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയാകുന്ന ക്രിമിനലുകളെ കൂടുതൽ കരുതലോടെ വേണം ജനസമൂഹം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെന്താമര എന്ന ഈ നരാധമൻ. പ്രൈം ടൈം വിത്ത് എസ്.കെ.യിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ട കൊലക്കേസിലെ പ്രതി ചെന്താമര ജയിലിലായി. പ്രതിയെ 14 ദിവസത്തേക്കാണ് കോടതി ഇന്ന് റിമാൻഡ് ചെയ്ത്. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണക്കാർ സുധാകരൻ്റെ കുടുംബമെന്ന സംശയമാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായതെന്നാണ് പ്രതി പറയുന്നത്. തന്നെ 100 കൊല്ലം ജയിലിൽ അടയ്ക്കണമെന്ന പ്രതി കോടതിയോട് കേണപേക്ഷിച്ചു. കുറ്റകൃത്യം നടത്തിയതിൻ്റെ സംതൃപ്തിയാണ് പ്രതിക്കെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. ഒന്നര ദിവസം പോലീസിനെയും നാട്ടുകാരെയും വട്ടം കറക്കി നെന്മാറ എന്ന നാടിനെ പരിഭ്രാന്തിയിലാഴ്ത്തി. ചെന്താമര എന്ന കൊടും കുറ്റവാളിയുടെ ചെയ്തികളറിഞ്ഞ കേരളമാകെ പല്ലിറുമി. കാടും നാടും വിട്ട് തിരച്ചിൽ ശക്തമായപ്പോഴും വനത്തിനുള്ളിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്. ഒടുവിൽ ഈ നരാധമൻ ലക്ഷ്മിയുടെയും സുധാകരൻ്റെയും ജീവനെടുത്ത കൊടും കുറ്റവാളി ഇന്നലെ രാത്രി പോലീസിന്റെ വലയിൽ. വിശപ്പ് സഹിക്കാനാകാതെ ഇന്നലെ രാത്രിയോടെ തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തി ചെന്താമര. പക്ഷേ ചെന്താമരയുടെ വരവും കാത്ത പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. പ്രതി പോലീസിന്റെ പിടിയിൽ. നാടകീയമായി നെന്മാറ സ്റ്റേഷനിലേക്ക് ചെന്താമരയെ എത്തിച്ചു. പക്ഷേ വിവരമറിഞ്ഞ വലിയ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി. പോലീസുകാർ ഇടപെട്ട് ഇവരെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധത്തിന് അയവ് വന്നില്ല. ലാത്തി ചാർജ് പല കുറിയുണ്ടായി. പിന്നെ പെപ്പർ സ്പ്രേ ഉൾപ്പെടെ പ്രയോഗിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിലും ലോക്കപ്പിനുള്ളിലും ഭാവഭേദ വ്യത്യാസമില്ലാതെ പ്രതി ചെയ്തു കൂട്ടിയതെല്ലാം ലെവലേശം കുറ്റബോധമില്ലാതെ ചെന്താമര പോലീസിനോട് വിവരിച്ചു. രണ്ടു പെൺകുട്ടികളെ അനാഥരാക്കിയ പ്രതി, അഖിലയുടെയും അതുല്യയുടെയും മാതാവിനെയും പിതാവിനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ചെന്താമര പിടിയിലായിട്ടും പെൺകുട്ടികളുടെ ഭീതി അകന്നിട്ടില്ല. എല്ലാം പോയില്ലേ, ഞങ്ങൾക്കിനി ആരുമില്ല, ഒന്ന് കൊല്ലും അയാളെ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക, ഇനിയും അയാളെ സംരക്ഷിച്ച് വെക്കണ്ട, കൊന്നാ മതി. കൊല്ലും 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 തന്നെയാ പറയണത്. പിന്നെ അയാളെ എന്തിനാ ഇതിപ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അയാളെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നണില്ല ഇനി അയാൾക്ക് തൂക്കുകയർ കിട്ടുന്നൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെയും അയാളെ ഇറക്കി പിന്നെയും 4 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും അയാൾ ആരെങ്കിലും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും.
ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയമാണ് 3 പേരുടെ ജീവനെടുക്കുന്നതിലേക്ക് പ്രതിയെ പ്രേരിപ്പിച്ചത്. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയുമുണ്ടായിരുന്നു 3 പേർ. സജിതയുടെ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ, സ്വന്തം ഭാര്യയും മകളും. നീ അയാളെ വരും, നീ ഇവർ ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞത് തന്നെയാണ്. ആ ചേച്ചി മരിച്ചപ്പോഴും ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു, ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. ചെന്താമര തന്ത്രശാലിയായിരുന്നുവെന്ന് പോലീസ്. പോലീസിന്റെയും നാട്ടുകാരുടെയും തിരച്ചിലിനിടെയുള്ള നീക്കങ്ങൾ കാട്ടിൽ പതിയിരുന്ന് നിരീക്ഷിച്ചു. പോലീസിനെ കബളിപ്പിക്കാൻ ആത്മഹത്യ. He consider himself ഒരു strong tiger പോലെയാണ്. He is feeling that he is a tiger. നല്ല എക്സ്പേർട്ട് ആണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. So he knows how to hide. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും പിന്നീട് ജയിലിലെത്തിക്കുമ്പോഴും വലിയ ജനക്കൂട്ടം ആക്രോശവുമായി ഇരമ്പിയെത്തി. കോടതിക്കുള്ളിലും പുറത്തും ചെന്താമരയ്ക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കുറ്റം സമ്മതിച്ച പ്രതി ഇനി കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്നും തന്നെ 100 വർഷം ശിക്ഷിക്കണമെന്നും കോടതിയിൽ പറഞ്ഞു. ദിവസത്തെ റിമാൻഡിലാണ് പ്രതി. ജനരോഷമടങ്ങിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നീക്കം. കൊലപാതകം തന്നെ പുനരാവിഷ്കരിക്കും. പ്രതി പുറത്തിറങ്ങിയാൽ ഒരു നാടിനു തന്നെ ഭീഷണിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ എഴുതി വച്ചതൊന്നും മറക്കരുത്. ആരുടെയും കണ്ണുനീരിനു മുന്നിൽ നാളെ നമ്മുടെ നിയമപാലകർ പ്രതിക്കൂട്ടിലാകാതിരിക്കട്ടെ. ടീം 24 നെന്മാറ. ചെന്താമര അനാഥമാക്കിയ 2 കുട്ടികളില്ലേ, ആ കുട്ടികളുടെ വികാര വിക്ഷോഭം അത് വെറും വികാരപരമാണെന്ന് നമുക്ക് എഴുതിത്തള്ളാം. എന്നാൽ ആ കുട്ടികൾക്ക് ആരും ഇല്ലാതായി, അനാഥരായ ആ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ. അതൊക്കെ ശരിക്കും നമ്മുടെ ജാമ്യ വ്യവസ്ഥയിലും അതേപോലെ നമ്മുടെ നിയമപാലകർക്കുണ്ടായ പരാജയവുമൊക്കെ അതൊക്കെ തന്നെയാണ് വിളിച്ചു പറയുന്നത്. ഈ കുട്ടികൾക്ക് ഇനി ആരാണുള്ളത് എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾക്ക് പറ്റിയ വീഴ്ചയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കൊല ചെയ്യാൻ ഇയാളെ അനുവദിക്കില്ല എന്നാരാണ് ഉറപ്പ് കൊടുക്കുക? ഇതൊക്കെ ചോദ്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്കും ഇതിനകത്ത് വലിയ അസംതൃപ്തിയുണ്ട്. ഈ ചെന്താമരയെ ജീവനോടെ നാട്ടുകാർക്ക് കൈമാറണമെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നമുക്കതൊന്നും പറയാൻ പറ്റില്ല. നിയമത്തെ നമ്മൾ ആദരിക്കുക തന്നെ വേണം. നിയമം അതൊന്നുമല്ല പറയുന്നത്. അയാൾക്ക് കുറ്റവിചാരണ നടത്തി നിയമം അനുശാസിക്കുന്ന പരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. പ്രസാദ് പറയുന്നു, കേരളം ദൈവത്തിൻ്റെ നാട്, ഇപ്പോൾ ചെകുത്താൻ്റെയും മന്ത്രവാദികളുടെ നാട്. ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, ഒരു ജ്യോത്സ്യൻ, അയാൾ പറഞ്ഞില്ലേ, നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ പറഞ്ഞതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. സജിതയുടെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ച വെളിപ്പെടുത്തലാണത്. ഈ 2 കൊലപാതകത്തിലേക്കും നീണ്ടുപോയ ഈ വെളിപ്പെടുത്തൽ, ഇത് ചെയ്ത ജ്യോത്സ്യൻ, ഈ മന്ത്രവാദി ആരാണെന്ന് പോലീസിന് അറിയാമോ എന്നെനിക്കറിയില്ല. അഞ്ജന പറയുന്നു, ഗുഡ് ഈവനിങ് SKN. ഗുഡ് ഈവനിങ് എന്നെനിക്ക് പറയാൻ വിഷമം. ചെന്താമരയെ പിടിച്ചത് സന്തോഷം, പക്ഷേ അയാളെ കൊല്ലണം, അതാ വേണ്ടത്. ആ കുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് പറയുന്നു. അതുകൊണ്ട് ആ കുട്ടികൾക്ക് നീതി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മാത്രമല്ല, അങ്ങനെ അക്രമത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഒരു മാധ്യമത്തിൻ്റെ പരിമിതി മാത്രമല്ല, നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിയമത്തിന് കീഴടങ്ങുക തന്നെ വേണം. അയാൾക്ക് നല്ല കൃത്യമായി ഈ കുറ്റകൃത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ 3 കൊലപാതകത്തിലും അയാൾക്ക് പരമാവധി ശിക്ഷ, പറ്റുമെങ്കിൽ തൂക്കുകയർ തന്നെ വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ചെന്താമരയെ നമ്മൾ തൽക്കാലം വിടുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ADB ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സഹായത്തോടെയുള്ള കൊച്ചി കുടിവെള്ള പദ്ധതി LDF ചർച്ച ചെയ്യും എന്നാണ് ഏറ്റവും അവസാനം നമ്മുടെ ബ്യൂറോ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. CPI മന്ത്രിമാർ വ്യക്തത തേടിയതാണ് LDFന് വിടാൻ കാരണമായത്. മന്ത്രിസഭാ യോഗത്തിൽ വെച്ച കുറിപ്പിൽ അവ്യക്തതയുണ്ട് എന്ന് മന്ത്രിമാർ യോഗത്തിൽ പരാതിപ്പെട്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R ശ്രീജിത്ത്. ശ്രീജിത്ത്, താങ്കൾക്ക് സ്വാഗതം പ്രൈം ടൈമിലേക്ക്. പറയൂ. SKN നമസ്കാരം.
ADB സഹായത്തോടെ കൊച്ചി നഗരത്തിലെ കുടിവെള്ള പദ്ധതി സമഗ്രമായി പരിഷ്കരിക്കാനുള്ള ഒരു പദ്ധതി സർക്കാർ തയ്യാറാക്കിയിരുന്നു. 2511 കോടി രൂപ സഹായത്തോടെയുള്ള കേരള അർബൻ വാട്ടർ സർവീസസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ 70% ADB വായ്പയാണ്. ഈ വായ്പയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അന്തിമമായി അംഗീകരിക്കാനാണ് മന്ത്രിസഭാംഗം 2 ആഴ്ചയായി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോഴും അപ്പോഴും ചില വിശദാംശങ്ങൾ ആരായാനുണ്ട് എന്ന് പറഞ്ഞ് ഈ ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗവും ഇത് വിശദമായി ചർച്ച ചെയ്തപ്പോൾ മന്ത്രിസഭാ കുറിപ്പിൽ തന്നെ ചില അവ്യക്തതകൾ ഉണ്ട് എന്ന കാര്യം മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും പ്രധാനമായ കാര്യം ചൂണ്ടിക്കാണിച്ചത് നേരത്തെ ജൈക്ക പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറെടുത്ത അതേ സ്ഥാപനത്തിന് തന്നെയാണ് വീണ്ടും ഈ കൊച്ചിയിലെ പദ്ധതി ADB സഹായത്തോടുള്ള പദ്ധതിയും ടെൻഡർ നൽകാൻ പോകുന്നത്. അത് നേരത്തെ പരാതിയുള്ള സ്ഥാപനമാണ് എന്ന കാര്യം മന്ത്രിസഭായോഗത്തിൻ്റെ കുറിപ്പിലുണ്ടെങ്കിലും ആ പരാതിയിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യത്തിൽ കുറിപ്പിൽ വ്യക്തതയില്ല. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവ്യക്തമായി തുടരുന്നത് CITU, INTUC, AITUC അടക്കമുള്ള സംഘടനകളുമായി തൊഴിലാളി യൂണിയനുമായി ചർച്ച നടത്തിയപ്പോൾ അവർ പദ്ധതി നടത്തിപ്പിലുള്ള ആശങ്കകളും മറ്റു കാര്യങ്ങളും അറിയിച്ചു എന്ന് കുറിപ്പിലുണ്ട്. എന്നാൽ ഈ ആശങ്കകൾ എന്ത് തരത്തിലാണ്, അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യം കുറിപ്പിലില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രിമാർ ചില സംശയങ്ങൾ ഉന്നയിച്ചത്. അതോടുകൂടിയാണ് വിഷയം നയപരമായ തീരുമാനത്തിന് വിടാൻ തീരുമാനിച്ചത്. LDF യോഗത്തിലെ ചർച്ചയ്ക്ക് വിടാൻ തീരുമാനിച്ചത്. അങ്ങനെ LDF ചർച്ച ചെയ്ത ശേഷമായിരിക്കും 2511 കോടി രൂപ അടങ്കലുള്ള കൊച്ചി നഗരത്തിലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ ഇനി സർക്കാർ തീരുമാനമെടുക്കുക. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. നിഷാദ് വി പറയുന്നു, ഒരു മാസമായി ഞാൻ ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇന്നലെ ഞങ്ങളുടെ ക്ലബിൻ്റെ 46ാം വാർഷികമായിരുന്നു. അതുകൊണ്ട് 24 കാണുന്നത് നിർത്തി. താങ്കൾക്ക് നിർത്താൻ കഴിയില്ല. കാരണം എന്താണെന്ന് ഞാൻ നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ പറയാം. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിയിലായി എന്ന നല്ല വാർത്ത വരുന്നു. കൊച്ചി കോർപ്പറേഷനിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഖിലിനെയാണ് വിജിലൻസ് കൈക്കൂലി കേസിൽ പിടിച്ചത്. കടയ്ക്ക് ലൈസൻസ് നൽകുന്നതിന് ഇഷ്ടൻ ഒരു 10,000 രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങിച്ചതാണ്. വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് ഈവനിങ്. കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥ എണ്ണം പെരുകി വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത്തരത്തിൽ വിജിലൻസ് ആളുകളെ പിടികൂടുന്നുണ്ട്. ഇന്നിപ്പോൾ ആലുവയിൽ നിന്നാണ് കൊച്ചിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ അഖിലിനെ വിജിലൻസ് പിടികൂടിയത്. ഒരു കടക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് 10,000 രൂപയാണ് ഇയാൾ കൈക്കൂലി ചോദിച്ചത്. പിന്നീട് ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ആലുവയിൽ വെച്ച് പണം കൈമാറാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഖിലിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. ഈ പണം കൈമാറുന്ന ഘട്ടത്തിൽ വിജിലൻസ് ഇയാളെ കൈയോടെ പിടികൂടുകയായിരുന്നു. വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ ഇത്തരത്തിൽ ഈ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതോടൊപ്പം പോലീസുകാരും ഒക്കെ കൈക്കൂലി കേസിൽ പിടികൂടുന്ന സംഭവം അതൊരു തുടർക്കഥയായി വരുന്നു. അതിൽ കൃത്യമായൊരു ഇടപെടൽ സർക്കാർ തലത്തിൽ വേണമെന്നൊരു നിർദ്ദേശം പൊതുജനത്തിന്റെ ആവശ്യകതയായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആവശ്യങ്ങൾക്ക് ആളുകൾക്ക് പണം നൽകേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്, പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം. താങ്ക് യു വിഷ്ണു സുരേഷ്. അബൂബക്കർ പറയുന്നു, ഒരു വ്യാജ ഏറ്റുമുട്ടലിൽ പോലീസുകാർക്ക് ഒരു കൊലയാളിയെ കൊല്ലാമല്ലോ, അതേപോലെ ഈ ചന്താമരയും കൊന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അബൂബക്കർ, അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നിയമത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് അങ്ങനെ ഒരു കൊലപാതകത്തിലേക്കൊന്നും നമ്മുടെ ചിന്ത പോകാനും പാടില്ല. എനിക്കറിയാം, വികാര വിക്ഷോഭം കൊണ്ടും ചില പ്രതികരണങ്ങളിൽ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ ജനക്കൂട്ടം മുഴുവൻ ആക്രോശിക്കുകയായിരുന്നു, അവനെ ഞങ്ങൾക്ക് വിട്ടതാ, ഞങ്ങൾ ഡീൽ ചെയ്തോളാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നുമല്ല, നമ്മൾ തീർച്ചയായിട്ടും കരണീയമായ വഴി അതൊന്നുമല്ല. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ശകാരിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. KSEBിയുടെ സാമ്പത്തിക വിഭാഗം പരാജയമാണെന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നു. 2023-24 വർഷത്തെ കണക്കുകൾ അംഗീകരിക്കുന്നതിനുള്ള പെറ്റീഷൻ പരിഗണിക്കവെയാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ കുറ്റപ്പെടുത്തൽ. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ KSEBയെ കാര്യമായി കുറ്റപ്പെടുത്താൻ കാരണം എന്താണ്? സാമ്പത്തിക മാനേജ്മെൻറ്റ് റെഡിയല്ല എന്നത് മാത്രമാണോ കാരണം? ഇതാദ്യമല്ല SKN ഇത്തരത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് KSEBക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും രൂക്ഷമായ നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ഇത്തവണ 2023-24 കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ അത് സമർപ്പിക്കാൻ നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ പെറ്റീഷൻ ഇന്ന് പരിഗണിക്കുമ്പോഴാണ് കാര്യമായ ഒരു കണക്കുകളും ഉൾപ്പെടുത്താതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വീക്ഷിച്ചത്. ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയത്, അതിനുണ്ടായ അധിക ചെലവ്, പിരിച്ച സെസ്സിൻ്റെ കണക്ക് തുടങ്ങി നിരവധി കണക്കുകൾ കൃത്യമായി
സമർപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ കൃത്യമായി ആ കണക്കുകളൊന്നും സമർപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് രൂക്ഷ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഇത്തരത്തിൽ പൂർണ്ണമായി കണക്കുകൾ പരിശോധിച്ച് കൃത്യമായി സമർപ്പിക്കണം. ഇത്തരത്തിൽ സാമ്പത്തിക വിഭാഗം KSEBിയുടെ സാമ്പത്തിക വിഭാഗം പൂർണ്ണ പരാജയമാണ്. ഇത് അനുവദിക്കാനാകില്ല. പൂർണ്ണമായി കണക്കുകൾ സമർപ്പിക്കാൻ വീണ്ടും ഒരു അവസരം KSEBിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇനി KSEBിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും സമാനമായ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ രൂക്ഷമായ നടപടിയിലേക്ക് പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും റെഗുലേറ്ററി കമ്മീഷൻ നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് അനു പറയുന്നു ഇപ്പോഴും SKN ഈ 50,000 രൂപ ശമ്പളം കിട്ടിയാലൊന്നും ആൾക്കാർക്ക് കഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതൊന്നും കൈക്കൂലിക്ക് ന്യായീകരണമായി നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം 10,000 രൂപ ശമ്പളമുള്ള എത്രയോ ആളുകളുണ്ട്, അവരൊക്കെ കൈക്കൂലി വാങ്ങിക്കാതെ ജീവിക്കുന്നില്ലേ. നമുക്ക് ഒരിക്കലും കൈക്കൂലി എന്ന് പറയുന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല. കൈക്കൂലി കൊടുക്കാനും പാടില്ല, വാങ്ങിക്കാനും പാടില്ല. ഈ നമ്മുടെ നാട്ടിൽ കൈക്കൂലി വ്യാപകമാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ തന്നെയാണ് കാരണം. നമ്മളൊരു വില്ലേജ് ഓഫീസിലോ മറ്റേതെങ്കിലും ഒരു ഓഫീസിലോ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുത്താൽ നടക്കുമോ എന്ന് നമ്മൾ അന്വേഷിക്കും ആദ്യം. അങ്ങനെയാണ് നമുക്ക് സമയം ചെലവഴിക്കാനില്ല. നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കണം. വളരെ മരണവേഗത്തിൽ മിന്നൽ സ്പീഡിൽ ഫയൽ നീങ്ങി കാര്യങ്ങൾ റെഡിയായി കിട്ടണമെങ്കിൽ 2-3 എറിയും. അതാണ് നമ്മുടെ രീതി. അപ്പം നമ്മൾ ഇത് കൊടുക്കാൻ തയ്യാറായാൽ പലരും വാങ്ങിക്കാൻ തയ്യാറാകും. കൈക്കൂലി കൊടുക്കരുത്. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. മറ്റൊരു വാർത്തയിലേക്ക്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന ശിക്ഷാ ഇളവ് നൽകിയത് മുൻഗണനകൾ ലംഘിച്ച് എന്ന വാർത്ത വരുന്നു. 20 കൊല്ലം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിക്കൊണ്ടാണ് ഷെറിന് അനുകൂലമായി ഈ ഫയൽ നീങ്ങിയത്. ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്കറിയില്ല. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല എന്നും ആക്ഷേപം ഉയരുകയാണ്. നടപടികൾ സുതാര്യമെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇല്ലെന്നുമാണ് ജയിൽ ഉപദേശക സമിതി വിശദീകരിക്കുന്നത്. ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽമോചനത്തിനുള്ള മന്ത്രിസഭാ ശുപാർശയ്ക്ക് അസാധാരണ വേഗം. 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചവരെയും പിന്തള്ളിയാണ് തീരുമാനം. 3 മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. നടപടികൾ സുതാര്യമെന്നും ബാഹ്യസമ്മർദ്ദങ്ങളില്ലെന്നും കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള. 18 വർഷം 5 മാസം 24 ദിവസം ശിക്ഷ ഷെറിൻ അനുഭവിച്ചിട്ടുണ്ട്. ഉപദേശക സമിതി നല്ല നിലയിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷെറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ ഷെറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല. ഷെറിനായി ഒരു മന്ത്രി ഇടപെട്ടെന്ന ആരോപണവും ജയിൽ ഉപദേശക സമിതി അംഗം MV സരള നിരാകരിച്ചു. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിദ് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിദ് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം, കണ്ണൂർ. ചന്ദ്രൻ ചിറയിൽ പറയുന്നു മുഹമ്മദ് അനു എഴുതിയതിൻ്റെ ശരിയായ അർത്ഥമല്ല SKN പറഞ്ഞത് എന്ന് പറയുന്നു. ഞാനൊന്നുകൂടി വായിച്ചു നോക്കാം. ചന്ദ്രൻ ചിറയിൽ വിഷമിക്കേണ്ട, നമുക്കിനി ഒരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ UDFിൻ്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കുമെന്ന വാർത്ത വരുന്നുണ്ട്. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യം UDF അംഗീകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ വാർത്തയിലേക്ക് ഇടവേള കഴിഞ്ഞ് നമുക്ക് വരാം. ബ്രേക്ക് നമുക്കൊപ്പം തന്നെ തുടരുക. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മല്ലൂസ് പറയുന്നു കുംഭമേളയിലെ മരണനിരക്ക് മാത്രം കേട്ടാൽ പോലെ 15 മിനിറ്റ് വീഡിയോ കാണിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ഈ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ വീഡിയോ നമുക്ക് ലഭ്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റഫീഖ് പറയുന്നത് ഏത്തക്കൊലയുടെ വില കുറയുന്നില്ല SK എന്നാണ് പറയുന്നത്. ഏത്തക്കൊലയുടെ വില കുറയ്ക്കാനുള്ള കാര്യം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് അനുവിൻ്റെ ഒരു സന്ദേശത്തിലേക്ക് ഞാൻ വരാം. അനുവിൻ്റെ സന്ദേശം ശരിയായ അർത്ഥത്തിലല്ല ഞാൻ വായിച്ചെന്ന് ചന്ദ്രന് പറഞ്ഞല്ലോ. UDFിൻ്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കും. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന PV അൻവറിൻ്റെ ആവശ്യം UDF നേതൃത്വം അംഗീകരിച്ചതായി വാർത്ത. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട് ജാഥയിൽ സഹകരിപ്പിക്കണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. വീണ്ടും ഉമേഷ്, അൻവറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞോ?
അൻവറിൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള ആദ്യ പടി ഒരുപക്ഷെ അൻവർ കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോഴും UDF പ്രവേശം പൂർണ്ണമായെന്നോ അല്ലെങ്കിൽ UDF പ്രവേശത്തിലേക്ക് കടക്കുന്നോ എന്നോ ഇപ്പോഴും വായിച്ചെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട PV അൻവർ തന്നെയും മലയോര പ്രചാരണ ജാഥയിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ തനിക്ക് ഇതിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, പകരം UDF അത് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് എടുത്തത്. അതിനുശേഷം ഇന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാ UDF ഘടകകക്ഷികളെയും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും നേരിട്ട് കണ്ടവരെ നേരിട്ടും ഇക്കാര്യം സംസാരിച്ചു. എന്നാൽ മലയോര പ്രചാരണ ജാഥയാണ് ഇത്, ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള ജാഥയാണ്. ഇതിൽ സഹകരിക്കാൻ താല്പര്യമുള്ളവരെ എല്ലാവരെയും സഹകരിപ്പിക്കാം എന്നുള്ള മറുപടിയാണ് എല്ലാ UDF നേതാക്കളും കൊടുത്തത്. ആ സാഹചര്യത്തിൽ അൻവറിനെയും ഈ ജാഥയുടെ ഭാഗമാക്കാൻ ഇപ്പോൾ അനുമതി നൽകുകയാണ് ഉണ്ടായത്. 2 സ്ഥലങ്ങളിൽ, അതായത് നിലമ്പൂർ എടക്കരയിലും കരുവാരക്കുണ്ടിലുമാണ് നാളെ നടക്കുന്ന 2 ജാഥകളിൽ അൻവർ ഭാഗമാകും. എന്തായാലും അൻവർ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ എടക്കരയിൽ അൻവറിന് വലിയ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ്. സ്വാഭാവികമായി അൻവർ എത്തുന്നതോടുകൂടി ഈ UDFൻ്റെ പ്രചാരണ ജാഥയ്ക്ക് തന്നെ വലിയൊരു മാറ്റവും ഉണ്ടാകുമെന്ന് UDF നേതാക്കളും കരുതുന്നുണ്ട്. എന്തായാലും ഇനി എത്ര കാലം UDF പ്രവേശനത്തിന് വേണ്ടി അൻവർ കാത്തിരിക്കണമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. മുഹമ്മദ് അനു പറഞ്ഞ കാര്യം ഇതായിരുന്നു. SKN, സർക്കാർ കൊടുക്കുന്ന 50,000 പ്ലസ് ശമ്പളം മതിയാകുന്നില്ല, ദിവസം കൂലിപ്പണി ചെയ്യുന്ന ആളുടെ വിയർപ്പ് കൂടി വേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതാണ് അനു പറഞ്ഞത്, മനസ്സിലാക്കി. അതേസമയം ചില പ്രേക്ഷകരൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഈ ഓഫീസുകളിലൊക്കെ പോയാൽ ഫയൽ മന്ദഗതിയിൽ നീങ്ങുന്ന കാര്യം, നക്കാപ്പിച്ച കൊടുക്കാത്ത കാര്യം നടക്കുന്നില്ല, നിങ്ങൾക്ക് ഓഫീസിൽ പോയി പരിചയമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഓഫീസിൽ പോയി പരിചയമുണ്ട്, ഞാൻ സർക്കാർ ഓഫീസിൽ, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഓഫീസിലിരുന്ന ആളാണ്, എന്താണ് ഈ ഓഫീസിൽ നടക്കുന്നതൊക്കെ എനിക്കറിയാം. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കൈക്കൂലി വിദഗ്ധനായ ഒരാൾ ഓഫീസിലിരിപ്പുണ്ടെങ്കിൽ അയാൾ കൈക്കൂലി വാങ്ങാതെ ഒന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ വിജിലൻസിനെ കാര്യങ്ങൾ അറിയിച്ചിട്ട് അയാൾക്ക് കൈക്കൂലി കൊടുക്കണം, അല്ല അകത്തിടണം. ആ ഓഫീസ് അതോടെ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അതേ മാർഗമുള്ളൂ. അല്ലാതെ കൈക്കൂലി കൊടുക്കാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ല വേണ്ടത്, നമ്മൾ പ്രവർത്തിക്കണം. ഞാനങ്ങനെ പണ്ടൊന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നേ, അതിന് ഫലമുണ്ടായി. അതല്ലേ ഞാൻ ഈ പറയുന്നത്. കൊച്ചിയിൽ കൈക്കൂലിയായി മദ്യം വാങ്ങിയ 3 എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ കിട്ടി, പണി കിട്ടിയവർക്ക്. തൃപ്പൂണിത്തുറയിലെ മദ്യ ഗോഡൌണിൽ നിന്നാണ് ഇവർ കൈക്കൂലിയായി മദ്യം വാങ്ങിയത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലഫോണിൽ. ശ്യാം, വിവരങ്ങൾ. ഡിസംബർ 18 തൃപ്പൂണിത്തറയിലെ ബീവറേജിന്റെ ഗോഡൌണിൽ ജോലി ചെയ്തിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ ലോഡിനും കൈക്കൂലിയായി ഓരോ കുപ്പി മദ്യം, അത് 20,000 30,000 ഒക്കെ വിലയുള്ള മദ്യമാണ് ഇവർ ഓരോ ലോഡിനും കൈക്കൂലിയായി വാങ്ങിയിരുന്നത്. ഇത് ബാർ ഉടമകൾ തന്നെ ഒടുവിൽ വിജിലൻസിൽ വിവരം പറയുകയായിരുന്നു. വിജിലൻസ് പരിശോധിച്ചപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ഉനൈസ് അഹമ്മദ്, ഹരീഷ് തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ മേശക്കടിയിൽ ഏകദേശം 8 കുപ്പി മദ്യം, ഏകദേശം 80,000 രൂപ വിലയുള്ള മദ്യമാണെന്ന് അവിടെ ഒരു ദിവസം മാത്രം പിടികൂടിയത്. അങ്ങനെ ഒരു മാസം എല്ലാ ദിവസവും ഇവർ ഇത്തരത്തിൽ മദ്യം വാങ്ങി കൈക്കൂലിയായി പുറത്ത് വിൽക്കുന്നവരായിരുന്നു. ഏതായാലും ഇവർ അന്ന് റിമാൻഡിൽ പോയി, പക്ഷേ സസ്പെൻഷൻ നടപടി ഉണ്ടായിരുന്നില്ല. ഇന്ന് സർക്കാർ നേരിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു പ്രിവന്റീവ് ഓഫീസർ, ഒരു എക്സൈസ് സിവിൽ ഓഫീസർ, അങ്ങനെ 3 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു മാസം മാത്രം വിജിലൻസിന്റെ കണക്ക് പ്രകാരം ഏകദേശം 3 ലക്ഷം 3.5 ലക്ഷം രൂപയാണ് മദ്യം വാങ്ങി കൈക്കൂലിയായി പുറത്ത് വിറ്റ് സമ്പാദിച്ചിരുന്നത്. ഏതായാലും ഇവർക്കെതിരെ അതിലും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു ശ്യാംകുമാർ. VS ജയൻ പറയുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ചന്താമരെ ചോദ്യം ചെയ്യുമ്പോൾ അവനെ കല്യാണത്തിന് കൊണ്ടുപോകുന്നല്ലോ കൊണ്ടുവരരുത്, അവൻ്റെ കഴുത്തിൽ കുത്തി പിടിച്ചോ അവൻ്റെ ഉടുപ്പിൽ കുത്തി പിടിച്ചോ കൊണ്ടുവരണം. അതൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല എൻ്റെ VS ജയൻ. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നമുക്കിനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കണം. ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമര 14 ദിവസം റിമാൻഡിലായി. പ്രതി കൃത്യം നടത്തിയത് ആസൂത്രണത്തോടെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ചെന്താമരയ്ക്ക് കൊല്ലപ്പെട്ട സുധാകരന്റെ കുടുംബത്തോട് പൂർവ്വവൈരാഗ്യമുണ്ടായിരുന്നു. കൊലപാതകം നടത്തിയതിന്റെ സംതൃപ്തിയിലാണ് പ്രതിയെന്നും പോലീസ് പറയുന്നു. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കെന്നും തന്നെ 100 കൊല്ലം ജയിലിലടക്കണമെന്നും പ്രതി ചെന്താമര കോടതിയിൽ. 2 ദിവസം കഴിഞ്ഞ് കസ്റ്റഡി അപേക്ഷ നൽകാൻ അന്വേഷണ സംഘം. തെളിവെടുപ്പിന്റെ ഭാഗമായി കൊലപാതകം പുനരാവിഷ്കരിക്കും. വിവാദങ്ങളും മുന്നണിയിലെ എതിർപ്പും അവഗണിച്ച് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. അപവാദങ്ങൾ ഭയന്ന് പിൻവാങ്ങില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ഞങ്ങളെയും പരാജയപ്പെടുത്താണ്. അതീവ രഹസ്യം, സർക്കാരിന് ദുരൂഹതയുണ്ട്, മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. ക്യാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ. ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാം.
13 ദിവസങ്ങൾക്ക് മുമ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്ന് മന്ത്രി പരിഹസിച്ചു. വസ്തുതകൾ മന്ത്രി വളച്ചൊടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പദ്ധതിക്കെതിരായ നിലപാട് പരസ്യമാക്കി CPI, പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച JDS. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചു. 60ലധികം ആൾക്കാർക്ക് പരിക്കേറ്റു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മരിച്ചവരുടെ കുടുംബത്തിന് ഉത്തർപ്രദേശ് സർക്കാർ 25 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ബാരിക്കേഡുകൾ തകർന്നതാണ് ദുരന്ത കാരണമായതെന്ന് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ. ദുരന്ത കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഗുരുതര വീഴ്ചയെന്ന് കോൺഗ്രസ്. ത്രിവേണി സംഗമത്തിൽ അമൃത് സ്നാനം പുനരാരംഭിച്ചു. ഭാസ്കരക്കാരൻവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം മുൻഗണനകൾ ലംഘിച്ച് 20 കൊല്ലം ശിക്ഷ അനുഭവിച്ച അർഹരായവരെ പിന്തള്ളി. ശിക്ഷാ കാലയളവിൽ പല ജയിലുകളിലും ഷെറിനുണ്ടാക്കിയ പ്രശ്നങ്ങളും അവഗണിച്ചു. ജയിൽ ഉപദേശക സമിതി ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്താൻ വെറും 3 മാസം. ഷെറിന്റെ ജയിൽ മോചനത്തിനായി ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MB സരള 24നോട്. UDFിന്റെ മലയോര പ്രചാരണ ജാഥയിൽ PV അൻവർ പങ്കെടുക്കും. യാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന PV അൻവറിന്റെ ആവശ്യം UDF അംഗീകരിച്ചു. നാളെ മലപ്പുറം ജില്ലയിലെ യോഗങ്ങളിൽ പങ്കെടുക്കും. തീരുമാനം VD സതീശനെ നേരിൽ കണ്ട് ജാഥയിൽ പങ്കെടുപ്പിക്കണം എന്ന് PV അൻവർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ നാടിന് നടുക്കി തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ കത്തിക്കുത്ത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ച +1 വിദ്യാർത്ഥി പോലീസ് കസ്റ്റഡിയിലായി. ആക്രമണത്തിന് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് പോലീസ്. കുത്തേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ഇന്ന് 3 കുട്ടികൾ മുങ്ങി മരിച്ചു. കാലിക്കറ്റ് സർവകലാശാല D-Zone കലോത്സവത്തിലെ സംഘർഷത്തിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ KSU പ്രവർത്തകർ അറസ്റ്റിലായി. പരിക്കേറ്റ KSU പ്രവർത്തകരുമായി പോയ ആംബുലൻസ് അല്ല ആക്രമിച്ചെന്ന വിശദീകരണവുമായി SFI രംഗത്ത് വന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റിന് SFI പ്രവർത്തകരുടെ മർദ്ദനം. പത്തനംതിട്ട കാത്തലിക് കോളേജിൽ SFI KSU സംഘർഷം. കണ്ണൂർ മുൻ EDM K നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം ആവശ്യം തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിച്ചെന്ന ആരോപണം. കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ടെന്നും കുടുംബം. നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തൻ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് അപേക്ഷയും നൽകി. വഖഫ് നിയമ ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതി നാളെ സ്പീക്കർക്ക് സമർപ്പിക്കും. നിയമ ഭേദഗതി ബില്ലിനെ കരട് റിപ്പോർട്ടിന് സമിതിയുടെ അംഗീകാരം കിട്ടി. റിപ്പോർട്ട് അംഗീകരിച്ചത് 14 വ്യവസ്ഥകളിലെ ഭേദഗതികളോട്. പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളി. മുൻപം കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ലക്ഷ്യം ഭൂവുടമകളുടെ താൽപര്യ സംരക്ഷണം മാത്രമെന്ന സത്യവാങ്മൂലം. KSEBയെ ശകാരിച്ച് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. KSEBയുടെ സാമ്പത്തിക വിഭാഗം പരാജയമെന്ന കുറ്റപ്പെടുത്തൽ. നിർദ്ദേശിച്ച കണക്കുകൾ പലതും KSEB ഹാജരാക്കിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ. വിമർശനം. 2023-24 വർഷത്തെ കണക്കുകൾ അംഗീകരിക്കുന്നതിനുള്ള പെറ്റീഷൻ പരിഗണിക്കുന്നതിനിടെ Magnificent liftoff of GSLV F-15 NVS-02 mission. 100th launch mission of ISRO embarks on its journey. അഭിമാനത്തോടെ തല ഉയർത്തി രാജ്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം പൂർത്തിയാക്കിയ ISRO. ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-2 ഭ്രമണപഥത്തിൽ. വിക്ഷേപണം GSLV F-15 ഉപയോഗിച്ച്. അഭിമാന മുഹൂർത്തമെന്ന ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. പ്രധാന വാർത്തകൾ കഴിയുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാല പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. 13 ദിവസം മുമ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങളാണ് രഹസ്യരേഖ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുന്നതെന്നും MB രാജേഷ് ഇന്ന് പരിഹസിച്ചു. കാതലായ ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറഞ്ഞില്ലെന്നും വസ്തുക്കൾ വളച്ചൊടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം.
തെളിവായി മന്ത്രിസഭാ യോഗത്തിലെ കുറിപ്പും പുറത്തുവിട്ടിരുന്നു. മറ്റേതെങ്കിലും വകുപ്പുമായി ആലോചിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് മന്ത്രിസഭാ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷാരോപണങ്ങൾക്ക് മറുപടി പറയാൻ മാധ്യമങ്ങളെ കണ്ട MP രാജേഷ് ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി പറഞ്ഞു. അനുമതിയുടെ നാൾവഴി വിശദീകരിച്ച് തിടുക്കത്തിൽ തീരുമാനമെടുത്തില്ലെന്ന് വിശദീകരിച്ച മന്ത്രി ഭൂഗർഭ ജലചൂഷണമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകുകയും ചെയ്തു. ഒരു തുള്ളി ഭൂഗർഭജലമെടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ. ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വിഷയം LDFൽ ചർച്ച ചെയ്യുമെന്നും അറിയിച്ച MP രാജേഷ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അസംബന്ധങ്ങൾ പ്രചരിപ്പിച്ചും അപവാദങ്ങൾ ഭയന്നും നാടിൻ്റെ താല്പര്യത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വ്യവസായം തുടങ്ങാൻ മന്ത്രി പോലും അറിയേണ്ടതില്ല. പ്രതിപക്ഷം ഭാവനയിൽ നിന്ന് മാറി വസ്തുതകളിലേക്ക് വരണമെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. അപ്പോൾ വകുപ്പ് അറിഞ്ഞില്ല എന്നല്ല, എല്ലാ വകുപ്പും മന്ത്രിമാർ ചേർന്നെടുക്കുന്ന തീരുമാനമാണ് മന്ത്രിസഭാ തീരുമാനം. ഭാവനയിൽ നിന്ന് കുതറി മാറി വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും കുറെ കൂടി വരണം. പ്രതിപക്ഷാരോപണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങൾ സർക്കാർ വിശദീകരണത്തിന് അത്ര കണ്ട് പ്രാധാന്യം നൽകുന്നില്ലെന്ന് മന്ത്രി MP. രാജേഷ് വിമർശിച്ചു. 24 തിരുവനന്തപുരം. അജിത് കുമാർ പറഞ്ഞു, SKN പത്തനംതിട്ട വടശ്ശേരിക്കര പഞ്ചായത്തിലെ 9ാം വാർഡിൽ ആനയും കാട്ടുപോത്തും ഭയങ്കര ശല്യമാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് അധികാരികൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയെ ജനതാദൾ എസ് പിന്തുണച്ചു. നേരത്തെ എതിർപ്പ് ഉയർന്നെങ്കിലും മന്ത്രി K. കൃഷ്ണൻകുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചോടെ നേതൃയോഗം പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു T. തോമസ് പിന്തുണച്ചില്ല. ശ്രീജിത്ത് ആയിരുന്നു തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, അദ്ദേഹം മന്ത്രിയാകാൻ ഒരു കൊല്ലത്തേക്ക് മന്ത്രിയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഒരു കൊല്ലം ചെറിയ കാലയളവായതുകൊണ്ടാണോ അതോ അദ്ദേഹത്തിന് അത് അത്ര ഇഷ്ടപ്പെടാഞ്ഞാണോ? SKN മന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നൊരു നിലപാടാണ് മാത്യു തോമസ് സ്വീകരിച്ചിരുന്നത്. ഈ ജില്ലാ പ്രസിഡന്റുമാർ നേരത്തെ സംസ്ഥാന അധ്യക്ഷന് K. കൃഷ്ണൻകുട്ടിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയപ്പോഴും അവരോടും താൻ മന്ത്രിസ്ഥാനത്തേക്കില്ല, തൻ്റെ പേരിൽ അത്തരമൊരു കലാപം പാർട്ടിക്കകത്ത് നടത്തേണ്ടതില്ല, അതിന് താൻ നിന്നുകൊടുക്കില്ല എന്ന നിലപാടാണ് മാത്യു തോമസ് സ്വീകരിച്ചത്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് 3 കൊല്ലം പിന്നിട്ടപ്പോഴാണ് മാത്യു തോമസിനെ മാറ്റി K. കൃഷ്ണൻകുട്ടി മന്ത്രിയായത്. അന്ന് തന്നെ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു. എന്നാൽ പരസ്യമായ ഒരു കലാപത്തിനോ ഏറ്റുമുട്ടലിനോ മാത്യു തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രവും അത്തരം പരസ്യ വിവാദങ്ങൾക്കോ ഏറ്റുമുട്ടലിനോ പോകുന്നതല്ല. എന്തായാലും ഒരു കൊല്ലത്തേക്കുള്ള കാലത്തേക്ക് മന്ത്രിയാകാനൊന്നും താനില്ല എന്ന് പ്രഖ്യാപിച്ച് ഈ വിവാദത്തിന് മന്ത്രിസ്ഥാനം മാറ്റണമെന്ന ആവശ്യത്തിന് അവിടെ തന്നെ തടയിടുകയാണ് മാത്യു തോമസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കൂട്ടാൻ അനുമതി. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 65 രൂപയിൽ നിന്ന് 75 രൂപയാക്കി. പൊതുവിപണിയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. മുളകിന് 8 രൂപ കുറയ്ക്കാനും നിർദ്ദേശം വന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. പറയൂ ഉമേഷ്. SKN നേരത്തെ തന്നെ 13 സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണമെന്നുള്ള ഉത്തരവുണ്ടായിരുന്നു. എന്തായാലും ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചെണ്ണ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 90 രൂപയായി ഉയർത്തണമെന്ന് സപ്ലൈകോ ആവശ്യപ്പെട്ടു. അതുകൂടാതെ അര കിലോ മുളകിൻ്റെ വില അത് 73 നിന്ന് 70 രൂപയാക്കി കുറയ്ക്കണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ ആവശ്യങ്ങളിൽ പ്രധാനമായി വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ 65 രൂപയാണ് നിലവിൽ സബ്സിഡിയായി 1 ലിറ്റർ വെളിച്ചെണ്ണ നൽകുന്നത്. ഇത് 75 രൂപയായി ഉയരും. അതായത് 10 രൂപ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് കൂടും. പൊതുവിപണിയിൽ ഇതിപ്പോൾ 250 രൂപയ്ക്ക് മുകളിലാണ് വെളിച്ചെണ്ണയുടെ വിലയായി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 90 രൂപയായി ഉയർത്തണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും 90 രൂപ ഉയർത്താൻ അനുവദിച്ചില്ല. പകരം 75 രൂപ ഉയർത്താൻ അനുവാദം നൽകിയിരിക്കുന്നു. അതായത് ഇനി മുതൽ സപ്ലൈകോയിൽ 1 ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണ അത് 75 രൂപയായി നൽകേണ്ടി വരും. ഒപ്പം മുളകിൻ്റെ വില നേരത്തെ 73 രൂപയായിരുന്നു. അത് ഇനി 65 രൂപ കൊടുത്താൽ മതി. 65 രൂപയാക്കി കുറയ്ക്കാൻ പൊതുവിപണിയിലെ മുളകിൻ്റെ വില കുറഞ്ഞ സാഹചര്യത്തിൽ 65 രൂപയാക്കി കുറയ്ക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. രാജേഷ് കുമാർ ചോദിക്കുന്നു, ശിക്ഷിക്കപ്പെട്ട കൊലക്കേസ് പ്രതിക്ക് പരോൾ നൽകുന്നത് ശരിയാണോ? പരോളൊക്കെ നിയമം അനുവദിക്കുന്ന കാര്യമാണ്. രജിന പറയുന്നു, SKN താങ്കൾക്ക് ഇന്ന് എന്തോ ഒരു ഉഷാറില്ലാത്ത പോലെ. അതിൻ്റെ കാരണം ഞാൻ നാളെ പറയാം. അപ്പോൾ പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലായി കാണും ഇതിൻ്റെ കാരണം എന്താണെന്ന്. I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC വിജയം. ബംഗളൂരു FC തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. വിവരങ്ങളുമായി സമീർ സിംഗ് മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, പറയൂ.
SKN ആവേശകരമായ ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC വീണ്ടും വിജയത്തിന്റെ പാതയിലൂടെ മുന്നേറ്റം തുടരുകയാണ്. കഴിഞ്ഞ ഹോം മത്സരത്തിൽ അവർ 6-2 ഇന്റർകാശിയെ തോൽപ്പിച്ചത്. ഇന്നിപ്പോൾ ബംഗളൂരു SCയെ എതിരില്ലാത്ത 2 ഗോളുകൾ കൂടി തോൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ മത്സരങ്ങളിൽ ഒരു 19 പോയിന്റുമായി ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് ഗോകുലം കേരള FC എത്തിയിരിക്കുന്നു. ആരാധകർ പ്രതീക്ഷിച്ച ഒരു ഫലം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ഒരു ആരാധകരും വലിയ രീതിയിൽ ഇന്ന് എത്തിയിരുന്നു എന്നുള്ളതും സവിശേഷതയാണ്. നമുക്ക് ആരാധകർ കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ വിലയിരുത്തുന്നത്? നല്ല കളി കളിച്ചു ഗോകുലം കേരള, നല്ല കളി കളിച്ച്. ഫസ്റ്റ് ഹാഫിൽ നല്ല ഒരു ഗോളും കൂടി ലീഡ് വരേണ്ടിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒന്നുകൂടി ഈസി ആയിരുന്നു. പക്ഷേ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ആ ഗോൾ വന്നതോടുകൂടി കളി എന്തായാലും 3 പോയിന്റ് എന്തായാലും കൺഫേം ആയി. എന്തായാലും നല്ല കളിയാണ് കളിച്ചത്. കഴിഞ്ഞ കളിയിലെ ഒരു ആത്മവിശ്വാസം ടീമിനുണ്ടായിരുന്നു ആ വിജയത്തിൻ്റെ. കഴിഞ്ഞ കളിയിൽ ആ നല്ലൊരു സ്കോറിന് ജയിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസം ടീമിൽ കണ്ട് എന്തായാലും നല്ലൊരു കളിയാണ് കാഴ്ചവെച്ചത്. SKN കളിയുടെ 8ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറന്നത്. സ്ട്രൈക്കർ VP സുഹൈർ നീട്ടി നൽകിയ ആ പാസ് മധ്യനിര താരം അബലഡ, സ്പാനിഷ് താരം അബലഡയാണ് അത് ലക്ഷ്യത്തിലെത്തിച്ചത്. അങ്ങനെ ആദ്യ പകുതിയിൽ 1-0 മുന്നിട്ടിരുന്നു. 2ാം പകുതിയിൽ 90ാം മിനിറ്റിലായിരുന്നു അബലഡ തന്നെ രണ്ടാമത്തെ ഒരു ഗോൾ നേടി. ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒറ്റയ്ക്ക് കിട്ടിയ ആ ബോളുമായി പിന്നീട് മുന്നോട്ട് പോവുകയും അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആധികാരികമായിട്ടുള്ള ജയത്തോടു കൂടിയാണ് ഗോകുലം കേരള FC പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. SKN. താങ്ക് യു മിനി ഗോപകുമാർ പറഞ്ഞു. SKN യൂറോപ്പിലൊക്കെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്താൽ പിന്നെ പുറലോകം കാണില്ല. നമ്മുടെ നാട്ടിലും അതുപോലെ നിയമം മാറ്റി എഴുതണം. SKൻ്റെ അഭിപ്രായം എന്താണ്? മിനി ഗോപകുമാർ, ചില ആളുകൾക്ക് ഈ ജയിൽവാസമൊക്കെ അവർക്ക് വലിയ പശ്ചാത്തലം ഉണ്ടാകും, അതുവഴി മാനസാന്തരം വരും, അവർ നല്ല മനുഷ്യരായി മാറും. എന്നാൽ ചില സ്ഥിരം കുറ്റവാളികൾ, ചില ക്രിമിനലുകളുണ്ട്. ഇപ്പോൾ ഈ ചെന്താമരയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരാളെ കൊലപ്പെടുത്തുക, 5 കൊല്ലം അതിൻ്റെ കഴിഞ്ഞ് അതിൻ്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ മറ്റ് 2 പേരെ കൊല്ലുക, പിന്നെയും 3 പേരെ കൊല്ലാൻ കാത്തിരിക്കുക, പ്ലാനിങ് നടത്തുക, ഇതൊക്കെ പറയുന്നത് ഒരു 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 സ്ഥിരം കുറ്റവാളിയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പുറം ലോകം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരുടെ സുരക്ഷയ്ക്ക് അത് വെല്ലുവിളിയാകും എന്നാണ് എൻ്റെ ധാരണ. മറ്റൊരു വാർത്തയിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിനിടെ മാള ഹോളി ഗ്രേസ് കോളേജിൽ SFI നേതാവ് ആശിഷിനെ മർദ്ദിച്ച സംഭവത്തിൽ KSU പ്രവർത്തകർ അറസ്റ്റിലായി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആശിഷിനെ മർദ്ദിച്ച KSU നേതാവ് ആരോണിനെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലി. ഇന്നലെ രാത്രി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഹോസ്റ്റലിന് മുന്നിൽ വെച്ചാണ് SFI പ്രവർത്തകർ സംഘം ചേർന്ന് ആരോണിനെ മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ആരോണിനെ തൃശൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന ട്രഷറർ സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവർ മാള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സംസ്ഥാന നേതാവിന്റെ ആഹ്വാനപ്രകാരമാണ് SFI പ്രവർത്തകർ കലോത്സവം അലങ്കോലപ്പെടുത്തിയതെന്ന് MSF ആരോപിച്ചു. KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിനെയോ KSUവിനെയോ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയാനാണ് MSF ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒറ്റതിരിഞ്ഞ് KSUവിനെ ആക്രമിച്ച് ഏതെങ്കിലും ചില ദൃശ്യങ്ങളിലെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ആക്രമിച്ച് കളയാൻ വേണ്ടി കഴിയില്ല. സോണൽ കലോത്സവങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ കലകളെ രക്തക്കറകളുള്ള ഇടങ്ങളാക്കി മാറ്റാൻ SFI നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് തൃശൂർ കലോത്സവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്ന വാദം തള്ളുന്ന ചിത്രങ്ങൾ SFI പുറത്തുവിട്ടു. ആംബുലൻസിനുള്ളിൽ വെച്ച് KSU നേതാക്കളെടുത്ത സെൽഫിയാണ് SFI പുറത്തുവിട്ടത്. ആംബുലൻസിനുള്ളിൽ പരിക്കേറ്റവരല്ല ഉണ്ടായിരുന്നതെന്ന് SFI പറയുന്നു. 24 തൃശൂർ. നമുക്കിനി ഒരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 30 പേരുടെ വാർത്തയിലേക്ക് നമ്മൾ പോകും. ഇടവേള കഴിഞ്ഞ് ഇതിൽ 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൻ്റെ വാർത്ത ഇടവേള കഴിഞ്ഞു വരാം. ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. മിനിബാബ് പറയുന്നു നമ്മൾ സസ്പെൻസ് പറയില്ല, നല്ല നാളെ പറയാം. മോർണിംഗ് ഷോയ്ക്ക് ആളെ കൂട്ടാനാണോ എന്ന് എല്ലാ പ്രേക്ഷകർ ചോദിക്കുന്നത്. അതൊന്നുമല്ല, ഞാൻ നാളെ പറയാൻ തീരുമാനിച്ച് നാളെ പറയാൻ തന്നെയാണ്. മോർണിംഗ് ഷോ ആളെ കൂട്ടാൻ, മോർണിംഗ് ഷോ ആളുള്ള പരിപാടിയല്ലേ? നിങ്ങളെല്ലാവരും ഇല്ലേ മോർണിംഗ് ഷോ കാണാനായിട്ട്? നാളെ രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന മോർണിംഗ് ഷോ വന്നാൽ നമുക്ക് കാര്യങ്ങൾ പറയാം. അതുപോലെ NM സുലൈമാൻ പറയുന്നു അബദ്ധത്തിൽ ഒരു കൊലപാതകം നടത്തിയാൽ ജയിലിലിടാം, പിന്നെ മോചിപ്പിക്കാം. എന്നാൽ മനഃപൂർവ്വമുള്ള കൊലപാതകങ്ങൾക്ക് കൊല തന്നെയാണ് മറുപടി, അല്ലെങ്കിൽ നാട്ടിൽ ആളുകൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല എന്നാണ് സുലൈമാൻ പറയുന്നത്. സ്വൈര്യമായി ജീവിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നത് തന്നെയാണ് ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചുമതല. ഇനി ഉത്തർപ്രദേശിലേക്ക്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചു, 60 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. ത്രിവേണി സംഗമത്തിൽ അമൃത സ്നാനം ആരംഭിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും
ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഇന്ന് അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് ഉത്തർപ്രദേശ് സർക്കാർ 25 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. മൗനി അമാവാസി ദിനത്തിൽ മഹാകുംഭമേളയിലെ അമൃതസ്നാനത്തിനായി എത്തിയ വിശ്വാസികളുടെ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത്. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് അഖാഡ മാർഗിലെ ബാരിക്കേഡുകൾ തകർന്നുണ്ടായ അപകടത്തിൽ 90 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 30 പേർ മരിച്ചതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ. മരിച്ചവരിൽ 25 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 4 കർണാടക സ്വദേശികളും ഗുജറാത്തിൽ നിന്നും അസമിൽ നിന്നും ഓരോരുത്തരും ഉൾപ്പെടുന്നു. 36 പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്നും സാധ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. परिणाम उसी का है कि हादसे के कुछ ही देर के बाद राहत कार्य को ग्रीन कॉरिडोर बना करके प्रशासन ने, पुलिस ने, NDRF और SDRF के स्वयंसेवकों ने सभी लोगों को हॉस्पिटल तक पहुंचाने का काम किया है. लेकिन दुर्भाग्य से इस दौरान ये मौतें हुई हैं. അപകടത്തെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ 3-അംഗ സമിതി അന്വേഷിക്കും. സഹായത്തിനായി 1920 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. ഘാട്ടുകളിൽ കൂടുതൽ പോലീസിനെയും അർദ്ധസൈനികരെയും വിന്യസിച്ചു. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കുംഭമേളയിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. അപകടത്തിന് കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയാണെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. VIP സന്ദർശനമാണ് അപകടത്തിനിടയാക്കിയതെന്ന ആരോപണം പോലീസ് തള്ളി. 24 ഡൽഹി. ഇപ്പോൾ നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഫോർട്ട് കൊച്ചി അമരാവതിയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയ്ക്ക് തീപിടിച്ചു. തീ അണയ്ക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം, സഞ്ജു പറഞ്ഞു SFI KSUവിൻ്റെ തല്ല് വാങ്ങിച്ചു, ഇപ്പോൾ മാധ്യമങ്ങളുടെ തല്ലുകൂടി കൊള്ളുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കെ അനിൽകുമാർ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. രാജസ്ഥാനിൽ ഇന്ന് വൈകുന്നേരം അജ്മീർ ജയ്പൂർ ദേശീയപാതയിൽ 2 ട്രെയിലറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 ട്രെയിലറുകൾക്ക് തീപിടിച്ചു. ട്രെയിലർ ഡ്രൈവർ വെന്തു മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അനിൽകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെട്ടൂത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥി കുത്തേറ്റു. ബസ്സിലുണ്ടായ തർക്കത്തിനിടെ +1 വിദ്യാർത്ഥിയാണ് ആക്രമണം നടത്തിയത്. കുത്തിയ വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു സംഭവം. നെട്ടയത്തുള്ള സ്വകാര്യ സ്കൂളിലെ 7ാം നമ്പർ ബസ്സിലായിരുന്നു ഇരുവരും വീട്ടിലേക്ക് പോയിരുന്നത്. ബസ്സിനുള്ളിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിന് പിന്നാലെ +1 വിദ്യാർത്ഥി 9ാം ക്ലാസ്സുകാരനെ കുത്തി. തലയ്ക്കും മുഖത്തിനും പരിക്കേറ്റ വിദ്യാർത്ഥിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്ക് ഗുരുതരമല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. ബയോളജി ലാബിലെ ആവശ്യത്തിന് കൊണ്ടുവന്ന കത്തി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. +1 വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് പിടികൂടി. 24 തിരുവനന്തപുരം. ഈ സംഭവം നടന്നത് തിരുവനന്തപുരം നെട്ടയത്ത് വെച്ചാണ്. അവിടെയാണ് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കുത്തേറ്റു. പിഴവ് പറ്റിയതിൽ ഖേദിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. ചോറ്റാനിക്കരയിൽ ഭിന്നശേഷിക്കാരിയായ പോക്സോ അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ തലയോലപ്പുറം സ്വദേശി അനൂപ് അറസ്റ്റിലായി. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. മർദ്ദനമേറ്റ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ശനിയാഴ്ച രാത്രി 10:15-ഓടെയാണ് അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. പെൺകുട്ടിയുമായി തർക്കിച്ചതിന് പിന്നാലെ പ്രതി അതിരൂക്ഷമായി മർദ്ദിച്ചു. ഇതിൽ മനം നൊന്ത് പെൺകുട്ടി ഷാൾ കുരുക്കി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് അനൂപിന്റെ മൊഴി. ഷാൾ മുറിച്ചിട്ട ശേഷം താൻ രക്ഷപ്പെട്ടെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതി ചേർത്തിട്ടില്ലല്ലോ. ഞങ്ങൾ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ബലാത്സംഗവും 64 BNSന്റെ 64ഉം 109. അനൂപ് ലഹരി കേസിലടക്കം പ്രതിയാണ്. ഇയാൾ വീട്ടിൽ വരുന്നതിൽ പെൺകുട്ടിയുടെ അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ബ്രെയിൻ മുഴുവൻ ഡാമേജായി. ഇനി ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ഫങ്ഷനും ഉള്ളൂ. അതും പയ്യെ ഇതാവും. ഇവ മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യുവാന്ന്. കാരണം നീ അവൻ്റെ കൂടെയല്ല, നീ ഇവൻ്റെ കൂടെയല്ല എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. തലച്ചോറിന് പരിക്കേറ്റ അതിജീവിത വെന്റിലേറ്ററിലാണ്. പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന യുവാക്കൾ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസിൽ പരാതിയുണ്ട്. നാളെ തെളിവെടുപ്പ് നടത്തും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലീലാമാസി ഈ ഒരു യൂട്യൂബ് സന്ദേശത്തിൽ പറയുന്നു, കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നവംബറിന് ശേഷം ഇതുവരെ വേതനം ലഭിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാമോ? തീർച്ചയായിട്ടും അന്വേഷിക്കാം. നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും അന്വേഷിച്ച് പറയാം.
കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം കോടതിയിൽ. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. CBI അന്വേഷണാവശ്യം തള്ളിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ടെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിന് വിശ്വാസ്യതയില്ല. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അപൂർവ സാഹചര്യമാണ്. മരണത്തിൽ സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണം വേണം. കുടുംബത്തിന് നീതി ലഭിച്ചുവെന്ന് പൊതുസമൂഹത്തിനു കൂടി ബോധ്യപ്പെടണം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉത്തരം ലഭിച്ചിട്ടില്ല. ആത്മഹത്യയെങ്കിൽ ഉമിനീര് പുറത്തുവരുമായിരുന്നു. കേസ് ഡയറിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും സിംഗിൾ ബെഞ്ച് ശരിയായി പരിശോധിച്ചില്ലെന്നും കേസിൽ CBI അന്വേഷണം അനിവാര്യമെന്നും കെ മഞ്ജുഷ അപ്പീലിൽ പറയുന്നു. 24 കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ തീപിടുത്തമുണ്ടായ അമരാവതിയിലാണ് തീപിടുത്തം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിലാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. നിതിൻ അംബുജൻ ടെലിഫോണിൽ ചേരുന്നു. നിതിൻ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഇപ്പോഴും നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തീ കത്തുക തന്നെയാണോ? നിലവിൽ വരെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഫോർട്ട് കൊച്ചി അമരാവതിയിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടയ്ക്കാണ് തീ പിടിച്ചത്. രാത്രി ഏതാണ്ട് 8:45 സംഭവം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൊട്ട് സമീപം വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ കൂടുതൽ പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രത എന്തായാലും ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയുള്ള പരിസരത്തെ ആളുകളെല്ലാം തന്നെ ഈ സമീപത്തും ഒഴിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് അറിയുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. റിന സതീശൻ പറഞ്ഞത്, പണ്ട് ഞങ്ങളൊക്കെ പരസ്പരം വഴക്ക് കൂടും, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോഴേ കത്തിയെടുത്ത് കുത്തുക, എന്താ ചെയ്യുക എന്നാണ് റിന സതീശൻ പറയുന്നത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ നമ്മുടെ വാൽകഷ്ണം വരും. ബ്രേക്ക്. ബാലകൃഷ്ണക്കുറുപ്പ് ഡൽഹിയിൽ നിന്ന് ഒരു സന്ദേശം അയച്ചു. ഇപ്പോൾ ന്യൂസ് കേൾക്കാൻ തുടങ്ങിയ വെട്ടും കുത്തും കൊലയും അടിയും പിടിയും അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഭേദം ഡൽഹിയിലെ തണുപ്പ് കൊണ്ട് ഉറങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാനേ തോന്നുന്നില്ല എന്ന് പറയും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊന്നും കേരളത്തിൻ്റെ പൊതു സ്വഭാവമല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാത്രം കാണണം. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് SKN എന്ന പരിപാടിയിൽ. പ്രൈം ടൈം ഇനി നാളെ രാത്രി 8:30. ഇനി വാർത്താ മഴയുടെ ഊഴമാണ്. നമുക്കൊപ്പം S. വിജയകുമാർ ചേരുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്.